ഹായ് ഫ്രണ്ട്സ്, ചായപ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് മസാല ചായ. അപ്പോൾ ഈ ചായ മസാല പൗഡർ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഏലക്കായും പട്ട 10 ഗ്രാമും ഗ്രാമ്പു 1 ടേബിൾ സ്പൂണും പിന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ജാതിക്ക പകുതി, പിന്നെ ബേ ലീഫ് 2 എണ്ണം, പിന്നെ 2-3 പീസ് ചുക്കും. ഈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പട്ടയും ചുക്കും പിന്നെ ജാതിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഗ്രാമ്പും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലകളുടെ വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ മസാലയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസ് പൊടി വേണ്ട, ചെറിയൊരു കരിയോടുകൂടി പൊടിച്ചാൽ മതി കേട്ടോ. ഇതിന് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഒരു 5-8 മാസം വരെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലപ്പൊടി ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ അതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ നന്നായി തിളച്ച മസാലൻ്റെയൊക്കെ മണം ആ വെള്ളത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പാൽ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ മസാല പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് റോസിൻ്റെ ഇതെല്ലാം ഉണങ്ങിയത് നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.